ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഒരു ചെറിയ സന്ദേശം എല്ലാവരോടും പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവം ഒറ്റിക്കൊടുത്ത സമയം, ശിഷ്യന്മാരെല്ലാം മാറി അകന്നു പോകുന്ന സമയം, യേശു കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന സമയം, കുരിശിൽ തറച്ച സമയം, യേശു മരിച്ചു എന്ന് പറയുന്ന സമയം, യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്യുന്ന സമയം, ഇത്രയും സമയങ്ങളെ കണ്ടിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതോടുകൂടെ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നല്ല, അതിനപ്പുറത്തേക്ക് നടത്തുവാനും ചെയ്യുവാനും കഴിവുള്ള ഒരു ദൈവശക്തിയിലാണ് നാം ആശ്രയിക്കുന്നത്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാണോ? ഇതോടുകൂടി എല്ലാം അവസാനിച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. എൻ്റെ ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവം നാളെയും എന്നെ നടത്തും. എൻ്റെ ജീവിതത്തിൽ പലരും പരാജയപ്പെട്ടു പോയപ്പോഴും അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ ഇടയായപ്പോഴും ദൈവം അവരോട് പറഞ്ഞ വാക്കാണ്, ഇന്നലകളിൽ എന്നെ പരിപാലിച്ച ദൈവം ഇന്നും ഇനിയും എന്നെ കൈപിടിച്ചു നടത്തും. സഹോദരന്മാർ യോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പോഴും, 3 ചെറുപ്പക്കാരെ തീച്ചുളയിലിട്ടപ്പോഴും, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോഴും ദൈവം വേറൊരു തുടക്കത്തിലേക്ക് അവരെ കൊണ്ടുപോയി. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും എന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. യേശു കുരിശെടുത്ത് അവശനായി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട സമയത്ത് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. അതിനപ്പുറത്തേക്ക് യേശുവിൻ്റെ ഉയർപ്പുണ്ട്. നമ്മെ ഉയർപ്പിലേക്ക് നയിക്കുന്ന ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, അവസ്ഥ ഇവയിലെല്ലാം ഒരു ഉയർപ്പ് സംഭവിച്ചിരിക്കും. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് ഉയർപ്പിനായി കാത്തിരിക്കാം.